പാഠം 215. മോഷണം ഒരു കല കൂടിയാണ്. ഹലോ, അതെ ഭാമയാണ്. വിദ്യാലക്ഷ്മി പറ. ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ അവർ ചോദിക്കുന്ന പൈസ എത്രയെന്നറിയോ? 10,000 രൂപ. അത്രയും പണം കൊടുത്ത് അത് ചെയ്യാന്നൊക്കെ വെച്ചാ സംഭവം ശരിയാണ്, നല്ലതാണ്. പക്ഷേ ഞാൻ എന്തായാലും മോഹനേട്ടനോടൊന്ന് ആലോചിച്ചിട്ട് പറയാം. ശരി. ജലദോഷോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, കേക്കുവോ? ഞാൻ ഒരു പൊട്ടനല്ല, എനിക്ക് ചെവി നന്നായി കേൾക്കാം. കേട്ടാ പോരാ, ഞാൻ പറയുന്ന കാര്യം സമ്മതിച്ചു തരണം. അത് കേട്ടിട്ടേ തീരുമാനിക്കാൻ പറ്റും. ജില്ലാ കോടതിയുടെ അടുത്ത് പുതിയൊരു ലൈബ്രറി തുടങ്ങുന്നുണ്ട്. സീനിയർ വക്കീലന്മാർ 4-5 പേര് ചേർന്ന ഒരു ട്രസ്റ്റാണ് അത് ചെയ്യുന്നത്. ഒരു വക്കീലിന്റെ റെഫറൻസിന് വേണ്ട ലോകത്തുള്ള സകല പുസ്തകങ്ങളും അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അവിടെ എനിക്കൊരു മെമ്പർഷിപ്പ് എടുക്കണം. എടുത്തോ. ഇതൊക്കെ എന്തിനാ ഭാമ എന്നോട് ചോദിക്കുന്നത്? ചുമ്മാ എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ മെമ്പർഷിപ്പ് ഫീ 10,000 രൂപയാ. 10,000 രൂപയോ? അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നത് പുസ്തകമാണോ സ്വർണമാണോ? അല്ല മോഹനേട്ടാ, ഈ പ്രധാനപ്പെട്ട നിയമപുസ്തകങ്ങൾക്ക് സ്വർണത്തെക്കാളും വിലയുണ്ട്. 50 ലക്ഷം രൂപയെ കൂടുതൽ വിലയുള്ള പുസ്തകങ്ങൾ അവിടെ ഉണ്ടത്രേ. അപ്പൊ പിന്നെ ഈ 10,000 കൂടുതലല്ലോ. പക്ഷേ 10,000 എന്നെ സംബന്ധിച്ച് വലിയ തുകയാണ്. അല്ല, ഇപ്പൊ നമ്മൾ 10,000 ഒരുമിച്ച് കൊടുക്കണ്ട. നാളെ വരെയാണെങ്കിൽ 5,000 രൂപ കൊടുത്താൽ മതി. ബാക്കി അടുത്ത മാസം കൊടുത്താൽ മതി. പക്ഷേ 10,000 രൂപയ്ക്ക് ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മോഹനേട്ടനെല്ലാം പറ്റില്ലല്ലോ. മോഹനേട്ടൻ ഇതുവരെ 30 രൂപയുടെയും 50 രൂപയുടെയും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളൂ. ഇത് 1000-ന്റെ 2,000-ന്റെ പുസ്തകങ്ങളാ. എന്തു പറഞ്ഞാലും പണം ഇങ്ങനെ ധൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഭാമേ, സമ്മതിക്കില്ല. എന്താ കുട്ടികളെയോ? മോഹനേട്ടാ, ഇതെന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ. ബാക്കി വക്കീലന്മാരൊക്കെ അവിടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോ ഞാൻ മാത്രം എടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ അവസ്ഥ എന്താവും? എനിക്ക് 5,000 രൂപ ഇന്ന് തന്നെ കിട്ടണം. എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. കഴിഞ്ഞ ആഴ്ച ഒരു കേസ് വാദിച്ച 12,000 രൂപ ഞാൻ മോഹനേട്ടനെ ഏൽപ്പിച്ചതല്ലേ. അതിൽ നിന്ന് 1,000 രൂപ താ. പക്ഷെ ആ പൈസ എന്റെ കയ്യിലല്ലോ, അത് ഞാൻ ബാങ്കിലിട്ടു. ഈ ബാങ്കിലിടാന്ന് പറഞ്ഞ അടുപ്പിലിടുകയല്ലോ, ഇട്ടതങ്ങ് തിരിച്ചെടുക്കാലോ. ഇന്ന് എന്തായാലും കാശ് കിട്ടണം കിട്ടണം കിട്ടണം. ഭാമേ, നീ ഒന്ന് ആലോചിച്ചു നോക്ക. ഇത് ഒരു ഭയങ്കര തട്ടിപ്പാ. നിന്റെ കോടതിയിൽ 10-200 വക്കീലന്മാർ വരില്ലേ? എല്ലാവരും 10,000 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്താൽ 20 ലക്ഷം രൂപ അവർക്ക് കിട്ടും. മാസവരി വേറെയും. 50 ലക്ഷം രൂപയുടെ പുസ്തകം എന്ന് പറഞ്ഞെടുത്ത് 5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളെ കാണൂ. അതെന്തെങ്കിലും ആവട്ടെ, ഇന്ന് എനിക്ക് 5,000 രൂപ തരാൻ പറ്റൂ ഇല്ലയോ? തരില്ല. തന്നെ പറ്റൂ. ഭാമേ, നിനക്ക് പണത്തിന്റെ വില അറിയില്ല. ഇത്രയും കാലം നീ കേസ് വാദിച്ചതും ജയിച്ചതും ഈ പറയുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടാണോ? അല്ലല്ലോ. അല്ല. അപ്പോ നിനക്ക് പുസ്തകം വായിക്കാനല്ല ഈ 10,000 മുടക്കുന്നത്. മറ്റുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നീ എടുക്കാതിരുന്നാൽ നിന്റെ അന്തസ്സ് പോകുമോ എന്നൊരു സംശയം. പണം മുടക്കിയല്ല അന്തസ്സുണ്ടാക്കേണ്ടത്. 10 പൈസ ഞാൻ തരില്ല. ആഹാ, മോഹനേട്ടാ, എന്തോ? ഇത്രയും കാലം ഞാൻ മോഹനേട്ടന്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും മാത്രമാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തത്. ഈ കാര്യത്തിൽ അത് പറ്റില്ല. ഇതെന്റെ ഭാവിയുടെ പ്രശ്നമാണ്. നിന്റെ ഭാവിയുടെ പ്രശ്നം തന്നെയാണ്.
കുറെ കാലം കഴിഞ്ഞ് നിനക്ക് കേസും കുന്തവും കുടച്ചക്രമൊന്നും ഇല്ലാതെ നീ ഈച്ചയാട്ടി ഇവിടെ ഇരിക്കുമ്പോ 3 നേരവും വല്ലതും ഒക്കെ വെട്ടി വിഴുങ്ങി തിന്നണമെങ്കിൽ കാശ് വേണം. ആ കാശാണ് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുമെന്ന് കരുതി നീ മെനക്കെടണ്ട, തരില്ല. ഉറപ്പാണോ? ഉറപ്പില്ലാത്ത കാര്യങ്ങൾ മോഹനേഷൻ പറയില്ല. തീരുമാനത്തിൽ മാറ്റമില്ല? അശേഷമില്ല. ശരി. ഞാനല്ലേ പറഞ്ഞത്, പിന്നെ ശരിയാവായിരിക്കും. ആഹാ, വേണ്ട വേണ്ടാന്ന് കൊറേ കാലമായിട്ട് ഞാൻ കരുതുക. പക്ഷെ എന്നെ കൊണ്ട് ചേച്ചി വില്ലേജ് ഓഫീസർ അടങ്ങും. ഈശ്വര, ഇതൊരു തെറ്റായിട്ടൊന്നും കണ്ടേക്കല്ലേ? ഏതെന്തത്? കിട്ടേ, നോക്കട്ടെ എത്ര വേണ്ടത്. വില്ലേജ് ഓഫീസർ അങ്ങനെ കളിച്ചാൽ പറ്റില്ല. ഇത് ഞാൻ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അല്ലോ, കാശ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? കാക്കുണ്ടോ എന്ന് പറയും. എന്നോടാണ് കളി. ഇതെടുത്ത് വെച്ചിട്ട് പ്രശ്നവും. നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഈ ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ? മോഹനേട്ടനും കേട്ടില്ലായിരുന്നോ? പക്ഷേ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെടുക്കാൻ നിനക്കല്ലായിരുന്നു എളുപ്പം. എനിക്ക് ഇപ്പൊ ഇങ്ങനെ സൗകര്യമുള്ളൂ. കാശ് തരാത്തതിന്റെ പേരിലാണ് ഈ മുഖം വീർപ്പിക്കലെങ്കിൽ അത് വേണ്ട ഭാമേ. കാശ് തരണ്ട ഓഫീസറേ, എനിക്കാവശ്യമുള്ള കാശ് എനിക്ക് കിട്ടിയല്ലോ. ഹലോ, കട്ടായി. കട്ടാവുമല്ലോ. ഇവിടെ വന്നു നിന്ന് എന്നോട് പ്രസംഗിച്ച നേരത്തെ ആ ഫോൺ എടുക്കണമായിരുന്നു. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിളിക്കാലോ. അങ്ങനെ ചെയ്ത ആകാശം ഒരിഞ്ഞു വീഴില്ല. ഇതൊന്നും എനിക്കറിയണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കാത്ത വീട്ടിൽ ഇനി എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ കാണിച്ചു തരാം. നീ എന്ത് ചെയ്യാൻ? ചിലപ്പോ നീ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് പറയും. വേണ്ട, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി അന്തസ്സായി കഴിച്ചോളാം. ചിലപ്പോ നീ തുണി അലക്കി തേച്ച് തരില്ല എന്ന് പറയുമായിരിക്കും. വേണ്ട, ഞാൻ രാജപ്പന്റെ അലക്ക് കമ്പനിയിൽ കൊടുത്തോളാം. ഇതിനൊക്കെ കാശ് കൊടുക്കേണ്ടി വരും. സത്യഭാമ ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നത്. സാറേ, ഉത്തമം വന്നുകൊണ്ട് തൽക്കാലം ബാക്കി പറയുന്നില്ല. എന്ന് വെച്ച് നീ പറഞ്ഞതിനൊന്നും മറുപടി എന്റെ കയ്യിലില്ല എന്ന് നീ കരുതരുത്. മോനോട് സാറേ, ഉത്തമനെന്താ രാവിലെ? സാറേ, എനിക്ക് സാറിനെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഒരു കരമടച്ച രസീത് വേണം. എന്താ ഇത്? കരമടച്ച രസീത് വിൽക്കുന്ന കടയല്ല. അല്ല സാറേ, അതല്ല. ആ ടാക്സി ഓടിക്കുന്ന ശിവൻകുട്ടിയെ സാറിന് അറിയാലോ. ഇന്നലെ വൈകിട്ട് ടാക്സി സ്റ്റാൻഡിൽ വെച്ച് ഒരു ചെറിയ കശപിശ ഉണ്ടായി. ശിവൻകുട്ടി വേറൊരുത്തനും കൂടെ ഒന്ന് കയ്യാങ്കളിയായി. ഒടുവില് മറ്റവനെ ശിവൻകുട്ടി ചെറുതായിട്ടൊന്ന് പോറി. അത് കേസായി. രാവിലെ തന്നെ പോലീസുകാർ ശിവൻകുട്ടിയെ കൊണ്ട് പോവുകയും ചെയ്തു. ജാമ്യം എടുക്കാൻ ചെന്നപ്പം പോലീസുകാർ പറയാണ് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളാൻ. ജാമ്യം നിൽക്കാൻ പുള്ളിക്കല്ല തോമസ് കുട്ടി റെഡിയാണ്. പക്ഷെ അവന്റെ കയ്യിൽ കരമടച്ച രസീതില്ല. കരമടയ്ക്കണമെങ്കിൽ 10 മണി കഴിയുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വരണം. സാറേ, എനിക്ക് വരാൻ പറ്റില്ല, അതാണ് പ്രശ്നം. വേറൊരാളെ ഞാൻ പറഞ്ഞ് വിട്ടാ മതിയാ. അധികം താമസിപ്പിക്കാതെ സാർ അത് വേഗം ശരിയാക്കി തരണം. നോക്കൂ ഉത്തമ, ഞാനൊന്നും മനഃപൂർവ്വം താമസിപ്പിക്കാറില്ല. പക്ഷെ ഓരോ കാര്യങ്ങൾക്കും എടുക്കേണ്ട സമയം എടുക്കും.
ഇനി പോയി സേതുരാമൻ വക്കീലിനെ കണ്ടിട്ട് ജാമ്യാപേക്ഷ തയ്യാറാക്കണം. ഈ ശിവൻകുട്ടി സ്ഥിരം പ്രതിയല്ലേ. കൊള്ളാവുന്നുള്ള വക്കീൽമാര് കേസ് എടുക്കുകയില്ല. കൊള്ളില്ലാത്തൊരു വക്കീലിനെയാണോ ഉത്തമർ ഉദ്ദേശിക്കുന്നത്? ആണെങ്കിൽ ഒരെണ്ണത്തിനകത്ത് വെച്ചിട്ടുണ്ട്. 10 പൈസ കൊള്ളില്ല. അത് സാറ് മാത്രമേ പറയൂ. ഇന്നലെ തന്നെ പ്ലാന്റർ കുര്യച്ചന് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നപ്പോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചതേ സത്യഭാമ വക്കീലിനെ കിട്ടുമെന്നാ. അഡ്വക്കേറ്റ് സത്യഭാമ വക്കീൽ വാദിച്ച കേസ് ജയിക്കുമെന്ന് പുള്ളിക്കാരെ ഉറപ്പിച്ചിരിക്കല്ലേ. അത് മാത്രമല്ല ഈ കേട്ടെടുത്തുള്ള ഈ പ്ലാന്റർ കുര്യച്ചൊരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു. അത് സാർ മാത്രമേ പറയൂ. പണ്ട് റബ്ബർ വെട്ടുകാരനായിരുന്നു ഈ കുര്യച്ചൻ. ഇപ്പോ എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നറിയാമോ? മണ്ടനാണെന്നുണ്ടെങ്കിൽ ഇമാതിരി ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുമോ? അതെ, വക്കീല് കേസ് ഏറ്റവും പറഞ്ഞപ്പം സത്യഭാമ വക്കീലിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തതേ 5000 രൂപയാണ്. സാറേ, വക്കീൽ ആദ്യം പറഞ്ഞ് ഇത്രയും അഡ്വാൻസ് വേണ്ടാന്ന്. അഡ്വാൻസ് ആണ്, പക്ഷെ നിർബന്ധിപ്പിച്ച് കാശ് വാങ്ങിപ്പിച്ചിട്ടേ കുര്യച്ചൻ വിട്ടുള്ളൂ. 5000 രൂപ? സാറേ, ഓഹോ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണ് സാറേ. കരയോടൊക്കെയുള്ള ആളിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും. താമസിപ്പിക്കല്ലേ സാറേ. 5000 രൂപ. അപ്പോ ആ പൈസ അവളുടെ കയ്യിലുണ്ട്. എന്നിട്ടെന്താ അവൾ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ നോക്കിയത്? അതോ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 5000 രൂപ ധൂർത്തടിച്ചോ? അങ്ങനെ വിട്ട കൊള്ളില്ലല്ലോ.